ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിവിടെ ഒരു പരിപാടിക്ക് വന്നിരിക്കുക കേട്ടോ. ഇന്ത്യ ഫെസ്റ്റ്. ഇവിടെ അയർലൻഡിൽ നമ്മുടെ ഇന്ത്യ ഫെസ്റ്റ് നടക്കുകയാണ്. എല്ലാ വർഷവും ഈ പരിപാടി നടക്കുന്നതാണ് കേട്ടോ. ഈ വർഷം ഇത് ഓഗസ്റ്റ് 24-നായിരുന്നു. രാവിലെ 10 മണിയായപ്പോൾ തുടങ്ങിയ പരിപാടിയാണ്. പക്ഷെ ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്കും 1 മണിയായിരുന്നു. അപ്പോൾ ഇത് അയർലൻഡിലെ കൗണ്ടി കൗൺസിൽ, അതായത് ഡൺലേരി കൗണ്ടി കൗൺസിലും പിന്നെ സോഷ്യൽ സ്പേസ് അയർലൻഡും കൂടെ നടത്തുന്ന പരിപാടിയാണ്. അപ്പോൾ ഇത് കാണാനും പിന്നെ ഇതിലൊരു പരിപാടിക്ക് പങ്കുചേരാനും ഒക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കാണാം ഒത്തിരി പരിപാടിയിലൊക്കെ പങ്കുചേർന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തൊക്കെ നടക്കുന്ന ആൾക്കാരെ കാണാം. പിന്നെ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ. ഇതിൻ്റെ മെയിൻ ഉദ്ദേശം നമ്മുടെ കൾച്ചർ അയർലൻഡുകാരെ കാണിച്ചു കൊടുക്കുക, അവരുമായിട്ട് കൂടുതൽ മിങ്കിളാവുക, അങ്ങനെയൊക്കെ ആണ് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം. അപ്പോൾ ഇത് എല്ലാ രാജ്യത്തു നിന്നും ആൾക്കാരും വന്ന് ഇത് കാണാനും ആസ്വദിക്കുവാനും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ മലയാളീസ് എല്ലാവരും നമ്മുടെ രാജ്യത്തെ ഡ്രസ്സ്, അതായത് ചുരിദാറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കൾച്ചറും നമ്മുടെ ഡ്രസ്സിങ് രീതികളൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കാം. ഇതാണ് അപ്പോൾ അവർ ഒന്നും കൂടെ നമ്മളെ അക്സെപ്റ്റ് ചെയ്യാനും ഇത് സഹായിക്കുമല്ലോ. ഇതേ ഒരു സ്റ്റേജ് കണ്ടോ, ഇവിടെ ഈ സ്റ്റേജിലാണ് ഇവിടുത്തെ കൂടുതൽ പരിപാടികളും നടക്കുന്നത്. നമുക്ക് കാണാം വിവിധ രാജ്യത്തു നിന്നുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് ഐറിഷുകാർ ഇത് നിന്ന് ആസ്വദിക്കുന്നത് നമുക്ക് കാണാം. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഫാഷൻ ഷോ ആട്ടോ. ഓരോ രാജ്യത്തെ അല്ല, ഇന്ത്യയിലെ തന്നെ പല സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫാഷൻ ഷോയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇത് കണ്ടോ, പഞ്ചാബിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫാഷൻ ഷോ. അതായത് അവർ ആണും പെണ്ണും ഏത് രീതിയിലാണ് വസ്ത്രം ധരിക്കുന്നത് പഞ്ചാബിൽ എന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു ഫാഷൻ ഷോ. അതുപോലെ തന്നെ ഓരോ സ്റ്റേറ്റിലെയും ഫാഷൻ ഷോ ഇവിടെ അവർ കാണിച്ചു കൊടുത്ത. പ്രത്യേകം നമ്മുടെ കേരളത്തിലെ തന്നെ സെറ്റ് സാരി കൊടുത്ത്, ഇത് മഹാരാഷ്ട്രയിലെ ആൾക്കാരും ഇത് ഒറീസയിലെ ആൾക്കാർ എങ്ങനെയാണ് ഡ്രസ്സ് ധരിക്കുന്നതെന്ന് കാണിച്ചു കൊടുക്കും കേട്ടോ. അതായിരുന്നു ഇവിടുത്തെ അടിപൊളി ഒരു ഫാഷൻ ഷോ. പിന്നെ നമ്മുടെ ഓരോ സ്റ്റേറ്റിലും ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഡ്രസ്സാണ് ധരിക്കുന്നത് എന്ന് അവർക്കും മനസ്സിലാവും. പിന്നെ ഇതൊക്കെയല്ലേ നമുക്കും ഇവിടെയുള്ള ഒരു സന്തോഷം. ഇത് ഡൽഹിനെ റെപ്രസെൻ്റ് ചെയ്ത് വന്ന ആളായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് അവരെല്ലാവരും കൂടെ ഒന്നിച്ച് സ്റ്റേജിൽ വന്ന് ഒരു റാം വാക്കൊക്കെ നടത്തി ആ ഫാഷൻ ഷോ നല്ല അടിപൊളിയാക്കി പര്യവസാനിപ്പിച്ചായിരുന്നു. പിന്നെ അവിടെ നടന്നുകൊണ്ടല്ലോ ഒരു അടിപൊളി ചെണ്ടമേളമായിരുന്നു. ചെണ്ടമേളം എന്ന് പറഞ്ഞാൽ കുറേ നാളായിരുന്നു, നാട്ടിൽ പോലും പോയി ഇങ്ങനെ ഒരു ചെണ്ടമേളം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ഒരു അടിപൊളി ചെണ്ടമേളം നടന്നായിരുന്നു കേട്ടോ. അത് നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും, അയർലൻഡുകാർ വരെ അവിടെ ഇരുന്ന് ആസ്വദിക്കുന്നുണ്ടായിരുന്നതെല്ലാം. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തി. നമ്മുടെ ജുവലിന് ഓണത്തിനിടാൻ പട്ടുപാടും ബ്ലൗസും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റോളിൽ നിന്ന് അവിടെ ഇന്ത്യൻ ഡ്രസ്സുകൾ കൊടുക്കുന്നുണ്ടായിരുന്നു, അവിടെ നിന്ന് കിട്ടി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഗാനമേള നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗാനമേള പല പാട്ടുകളും, നമ്മൾ ഇന്ത്യയിലെ പല പാട്ടുകളും ബോളിവുഡ് സോങ്സൊക്കെ ഗാനമേളയിൽ ബോളിവുഡ് സോങ്സ് കേട്ട് ഡാൻസ് ചെയ്യുന്ന ഐറിഷിലെ വനിതയെ കണ്ടോ, എന്ത് രസമല്ലേ. അവരൊക്കെ ഒത്തിരി ആസ്വദിക്കുന്നുണ്ടായിരുന്നു ഈ പരിപാടികളെല്ലാം. ഗാനമേളയൊക്കെ അടിപൊളിയായിരുന്നു, എല്ലാവരും നിന്ന് ആസ്വദിക്കുന്നുണ്ടായിരുന്നു.
നമുക്ക് ഇവരുടെ പെരുമാറ്റങ്ങളും അവർ അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അത് ഒത്തിരി ആസ്വദിക്കുന്നതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ. നമുക്ക് വേറൊരു രാജ്യത്ത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാനും കുറേ കാര്യങ്ങൾ അവതരിപ്പിക്കാനും ഒക്കെ അവർ നമ്മളെ അനുവദിക്കുന്നു എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യം. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ജോലും ചെയ്തു ഉണ്ട് കേട്ടോ അവിടെ ഈ കാര്യങ്ങളൊക്കെ ആസ്വദിക്കാനും പാട്ടൊക്കെ കേൾക്കാനും എല്ലാത്തിനും. എല്ലാവരും അവിടെ പിന്നെ ഈ കിൽബോഗറ്റ് പാർക്ക് എന്ന് പറയുന്ന ഡൺലേരി ബ്രേ ഭാഗത്തുള്ളൊരു പാർക്കിലായിരുന്നു ഈ പരിപാടി നടന്നിരുന്നത്. വലിയൊരു പാർക്ക്. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടായിരുന്നു. അവിടെയാണ് ഇഷ്ടംപോലെ ഫുഡ് സ്റ്റാളുകളും പ്രത്യേകിച്ച് ഇന്ത്യൻ ഫുഡ്സ് ആയിരുന്നു എല്ലായിടത്തും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലെ ബിരിയാണി, ഫ്രൈഡ് റൈസ് അങ്ങനെ വേണ്ട എല്ലാം. അടുത്ത് ഞങ്ങളുടെയൊക്കെ തിരുവാതിരയായിരുന്നു. തിരുവാതിരയ്ക്ക് വേണ്ടി ഞങ്ങളെല്ലാവരും ആ സ്റ്റേജിൻ്റെ മുമ്പിലുള്ള സ്ഥലത്തേക്ക് മാറി നിന്ന് ഇങ്ങനെ വട്ടത്തിലൊക്കെ നിന്ന് ഇപ്പോൾ എല്ലാവരും ഒരുപോലെയുള്ള പച്ച ബ്ലൗസും കേരള സാരിയൊക്കെ ഉടുത്ത് വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഇങ്ങനെ നോക്കുമായിരുന്നു എങ്ങനെയാണ് ഇത് നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഡാൻസ് ആണല്ലോ തിരുവാതിര. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അതിലൊരു ഭാഗമാകാൻ എനിക്ക് സാധിച്ചു. അതിലൊത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഇതെല്ലാവരും വന്ന് അണിനിരന്ന് നിന്നു. പിന്നെ ഈ തിരുവാതിര മൊത്തമായിട്ടും കാണിക്കാനൊന്നും ഈ വീഡിയോയിൽ പറ്റില്ല കേട്ടോ. കുറച്ചൊക്കെ ഞാൻ ഷോർട്സായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 48 പേരോളം ഈ തിരുവാതിരയിലുണ്ടായിരുന്നു. പലരും പല ഭാഗത്തിരുന്ന് പഠിച്ച് പിന്നെ ഒരു 2-3 ദിവസം പോയി ഒന്നിച്ച് പ്രാക്ടീസ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും കൂടെ നിന്ന് പ്രാക്ടീസ് ചെയ്തത് ശരിക്കും ഈ പരിപാടിയുടെ തലേദിവസം മാത്രം. അതുവരെ കുറച്ച് ആൾക്കാരൊക്കെ ഇടയ്ക്ക് വന്ന് പ്രാക്ടീസ് ചെയ്യും, ബാക്കിയുള്ളവരൊക്കെ വീട്ടിൽ ഇരുന്ന് ചെയ്യും, അങ്ങനെയൊക്കെയായിരുന്നു. എന്നാലും എല്ലാവർക്കും നന്നായിട്ട് കളിക്കാൻ സാധിച്ചു. നല്ല രീതിയിൽ എല്ലാവർക്കും പെർഫോം ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയ കാര്യം. പിന്നെ ഇത് കാണുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലെ ഓണപ്പരിപാടിയും ഓണത്തിൻ്റെ തിരുവാതിരയും ഓരോ കാര്യങ്ങളൊക്കെ ഓർമ്മ തന്നെ. പിന്നെ ഈ കുറേ ഫോട്ടോസൊക്കെ കണ്ട് എന്നോട് പലരും ചോദിച്ചു ഇത് ഓണം ആഘോഷിക്കുന്നതാണോ, ഇത്ര നേരത്തെ എന്താ ഓണം ആഘോഷിക്കുന്നതെന്നൊക്കെ. ദേ കണ്ടോ, അടിപൊളിയായിട്ട് എല്ലാവർക്കും ഡാൻസൊക്കെ കളിക്കാൻ പറ്റി. ഇവിടെ ഇനി ഓണപ്പരിപാടി ഉണ്ട് കേട്ടോ. ഓണപ്പരിപാടിയൊക്കെ വരുന്നതേ ഉള്ളൂ. ഇത് ഇന്ത്യ ഫെസ്റ്റിന് നമ്മുടെ കേരളത്തെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെഗാ തിരുവാതിരയായിരുന്നു. അപ്പോൾ കുറേ പേർക്ക് കളിക്കണം എന്ന് ഇനിയും ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ എല്ലാവർക്കൊക്കെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇത്രയും പേര്, ഒരു 48 പേരെയൊക്കെയാണ് അവിടെ സംഘടിപ്പിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ പുറകിൽ അധ്വാനിച്ച ജോൺസ് ചേച്ചിയും അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എല്ലാവരുടെയും പേരൊന്നും അറിയില്ല. ഇതൊക്കെ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ജോൺസ് ചേച്ചിയൊക്കെ ആയിരുന്നു ഫ്രണ്ടിലുണ്ടായിരുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഒത്തിരി താങ്ക്സ് ഇതിലെല്ലാവരും ഇങ്ങനെ യോജിപ്പിച്ചെടുത്തതിൽ. അപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഐറിഷുകാർ തന്നെ ക്യാമറയൊക്കെ ആയിട്ട് നിന്ന് ഇതൊക്കെ അവരുടെ ക്യാമറയിലാക്കുന്നതും ഒക്കെ കാണാമായിരുന്നു കേട്ടോ. ഇതൊക്കെ നമുക്ക് ഒത്തിരി സന്തോഷം തരുന്ന കാര്യങ്ങളല്ലേ. നമ്മളിങ്ങനെ ഒരു ചെറിയ ഡാൻസ് കളിക്കുമ്പോൾ അവരൊക്കെ അത് ഒത്തിരി ആസ്വദിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യങ്ങളാണ്. പിന്നെ അവിടെ സ്റ്റേജിൽ പരിപാടിയായിരുന്നു. അവിടെ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുമായിരുന്നു കേട്ടോ. അയർലൻഡിലെ മന്ത്രിമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് സ്റ്റാളിലൊക്കെ പോയി പാനിപ്പൂരിയൊക്കെ മേടിച്ച് കഴിച്ചു. പിള്ളേർക്കൊക്കെ ഇഷ്ടമായി പാനിപ്പൂരി. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് പെർഫ്യൂം മേടിക്കാൻ പോയി. ബ്രാൻഡഡ് പെർഫ്യൂം കുറഞ്ഞ വിലക്കെന്നൊക്കെ പറഞ്ഞുണ്ടായിരുന്നു. 1-2 പെർഫ്യൂം ഞങ്ങൾ മേടിച്ചു. പിന്നെ അവിടെ ഫ്ലാഷ് മോബ് നടക്കുമായിരുന്നു കേട്ടോ. അപ്പം നല്ല രസമുള്ള ഡാൻസുകളും കാരണം നമുക്ക് നമ്മുടെ കൺട്രിയിൽ തന്നെ ഡിഫറെൻറ്റ് സ്റ്റേറ്റിൽ ഡിഫറെൻറ്റ് സോങ്സുകളും എല്ലാം ഇട്ട് എല്ലാം കൂടി അവരൊരു നല്ല ഫ്ലാഷ് മോബ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എത്ര പേരുടെ കഠിനാധ്വാനം ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള അറിയോ. അപ്പോൾ അടിപൊളിയായി എല്ലാവരും കളിച്ചു. അത് ഒത്തിരി കണ്ട് നിന്ന് ആസ്വദിക്കാനും സാധിച്ചു. പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ഇന്ത്യയിലെ മിക്കവാറും ഫേമസ് ആയിട്ടുള്ള എല്ലാ ബോളിവുഡ് സോങ്സും ഉൾപ്പെടുത്തിയായിരുന്നു കേട്ടോ ഈ ഫ്ലാഷ് മോബ്. അതുകൊണ്ട് എല്ലാം അടിപൊളിയായിരുന്നു. എന്ത് രസമായിട്ട് അവരെ കളിച്ചതെന്നറിയോ. നമ്മുടെ ജോലും ചെയ്തു വയ്ക്കുകയാണെങ്കിൽ കണ്ണെടുക്കാതെ നോക്കി നിന്ന് ആസ്വദിക്കുമായിരുന്നു ഇതെല്ലാം. പിന്നെ നമ്മുടെ കൺട്രിയിൽ മാത്രമല്ല കേട്ടോ, വേറെ കൺട്രികളിലെയും ഡാൻസുകളെല്ലാം ഉച്ചകഴിഞ്ഞുണ്ടായിരുന്നു. ഫിലിപ്പീൻസിൻ്റെ, ചൈനക്കാരുടെ അങ്ങനെ വിവിധ ഇനം ഡാൻസുകൾ, ജോർജിയൻ ഡാൻസ്, അങ്ങനെ കുറേ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അന്നേരം കേട്ടതല്ലാണ്ട് ഇപ്പോൾ ഓർമ്മ വരുന്നില്ല ഏതൊക്കെ രാജ്യത്തിൻ്റെ ഡാൻസ് ഏതെല്ലാം കേട്ടോ. എന്തായാലും കാണാൻ നല്ല അടിപൊളിയായിരുന്നു എല്ലാം.
ഓരോ രാജ്യത്തിനും അതിൻ്റേതായ കൾച്ചറും അതിൻ്റേതായ വേഷവിധാനങ്ങളും എല്ലാം ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകിച്ച് ഇന്ത്യ ഫെസ്റ്റ് എന്ന് പറഞ്ഞാലും ഇതിൽ ബാക്കി എല്ലാ രാജ്യങ്ങളും അവർ റെപ്രസെൻ്റ് ചെയ്ത് ഓരോ ഡാൻസ് കളിക്കാനുണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം കണ്ട് ആസ്വദിക്കാൻ എല്ലാ രാജ്യത്തു നിന്നുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. അവരൊക്കെ ഇരുന്നും പിന്നെ ചിലർ പ്രത്യേകിച്ച് ചെയറൊക്കെ കൊണ്ടുവന്നും ഒക്കെ ഇരുന്ന് ആസ്വദിക്കുമായിരുന്നു. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് പൊറോട്ടയും ബീഫൊക്കെ മേടിച്ച് കഴിച്ചു, വിശക്കുമായിരുന്നു. പിന്നെ ദേ നമ്മുടെ തന്നെ പിള്ളേരുടെ അടിപൊളി ഡാൻസ് സ്റ്റേജിൽ നടക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ജൂലൂട്ടിക്ക് ഡാൻസിന് എന്തായാലും ചേരണം, ഡാൻസ് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ മനസ്സിൽ വന്നു തുടങ്ങി കേട്ടോ. പിന്നെ ദേ ഇത് കണ്ടോ, ഇത് അവിടെ നടന്ന ഒരു ജോർജിയൻ ഡാൻസാണ്. അവരുടെ ഡാൻസിൻ്റെ വേഷവിധാനം തന്നെ എന്തൊരു വ്യത്യാസം ഒന്ന് നോക്കി. പിന്നെ അവരുടെ ഈ പാട്ടൊന്നും ഇതിലൂടെ കേൾക്കാൻ പറ്റില്ല, കാരണം ഈ വീഡിയോ യൂട്യൂബിലും അതിലൊക്കെ ഇടുമ്പോൾ കോപ്പിറൈറ്റൊക്കെ വരുന്നതുകൊണ്ട്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞതേ അവിടെ കുറച്ച് പിള്ളേർക്ക് വേണ്ടിയിട്ടൊക്കെ ഉള്ള കുറച്ച് റൈഡ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ജുവലിനും ജെയ്തുവിനും ഭയങ്കര ആഗ്രഹം ഈ റൈഡ്സിലൊക്കെ ഒന്ന് കയറണമെന്ന്. അങ്ങനെ ദേ പോയി റൈഡ്സൊക്കെ നോക്കി ഞങ്ങൾ പോവാട്ടോ. അപ്പോൾ ദേ ജുവലിന് ദേ ഇതിൽ കയറിയാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷേ ഞാൻ പറഞ്ഞു ഇപ്പം വേണ്ട, അത് ശരിയാവില്ല എന്ന്. പ്രത്യേകിച്ച് ഞാൻ മാത്രമല്ലേ ഉള്ളൂ, ചേട്ടായി പോയായിരുന്നു. പിന്നെ അവർ ലാസ്റ്റ് ഈ റൈഡിൽ കയറാമെന്ന് സമ്മതിച്ച്. അതിന് ഒരാൾക്ക് അതിൽ കയറണമെങ്കിൽ 3 യൂറോ കൊടുക്കണം കേട്ടോ. പിന്നെ പൈസയൊക്കെ അടച്ച് അവർ കയറി. അവരെന്തായാലും ആ റൈഡ് എൻജോയ് ചെയ്തു. അതിങ്ങനെ പൊങ്ങിയും താഴുമൊക്കെ പോന്നപ്പോൾ ചില പിള്ളേരൊക്കെ കരയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവർ വലുതായില്ലേ, ഇവരെന്തായാലും അത് എൻജോയ് ചെയ്തു. പിന്നെ ആ സ്റ്റേജിൽ പിന്നെയും പെർഫോമൻസ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പം നടക്കുന്നത് ഇതേ കണ്ടോ, ഐറിഷ് ഡാൻസാണ്. ഐറിഷുകാരുടെ ട്രഡീഷണൽ ഡാൻസ്. അപ്പം അതിനകത്ത് അവർ പറഞ്ഞത് ഇപ്പം ജോയിൻ ചെയ്ത പിള്ളേരും പഠിച്ചുകൊണ്ടിരിക്കുന്നവരും വർഷങ്ങളായിട്ട് പഠിക്കുന്നവരും ഒക്കെ ഉണ്ടെന്ന്. അങ്ങനെ അവിടെ പെർഫോമൻസ് നടക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് വീട്ടിൽ പോകാറായി. പക്ഷെ പോകുന്ന വഴിക്ക് പിന്നെ അവിടെ ഒരു പാർക്ക് ഉണ്ട്. പാർക്ക് കണ്ടാൽ പിന്നെ നമ്മുടെ ജോലിയും ചെയ്തു വിടൂലല്ലോ. പിന്നെ പാർക്കിൽ കയറി കുറച്ച് നേരം കളിച്ച് ഞങ്ങൾ വീട്ടിൽ പോന്നു.